അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ രുചിയിൽ നമ്മളൊരു ബേക്കറി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ജീരകം, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ബട്ടർ ഈ പൊടിയിലൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കട്ടയൊന്നും കുത്താതെ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. നമ്മൾ മാവ് നന്നായി സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് റെസ്റ്റിന് വെക്കുക ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു മാവിനെ നമുക്ക് 3 ബോളാക്കിയിട്ട് മാറ്റാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ചപ്പാത്തിയുടെ ബോളിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ബോളാക്കിയിട്ട് 3 ബോളാക്കി മാറ്റാം. ഇതുപോലെ നമ്മൾ 3 എണ്ണം ഒന്ന് ബോളാക്കി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെ ഒരു കനത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി കനത്തിൽ പരത്തരുത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇനി നമുക്കിതൊന്ന് 4ആയിട്ടൊന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരൊറ്റ ബോൾ മാത്രമാണ് പരത്തിയിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് 4ആക്കി കട്ട് ചെയ്തിട്ട് അതിലത്തെ ഒരു പീസ് നമുക്ക് വീണ്ടും 4ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോ പീസും 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വീതി കൂടിയ ഭാഗത്തുനിന്ന് വീതി കുറഞ്ഞ ഭാഗത്തേക്ക് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു ബോൾ പരത്തിയത് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ബോളുകൾ രണ്ടും പരത്തിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമാണ് നമുക്കിതിന് ഫ്ലെയിം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞു പോവും. നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ രണ്ടാമത്തെ ഒരു ബോൾ പരത്തിയിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ 3 ബോളും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും അധികം വറ്റിപ്പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അത്രയേ ഉള്ളൂ. നമുക്കൊരു പാത്രം നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ ദിവസങ്ങൾ നമുക്കിത് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.